നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ചരിത്രവും സംസ്കാരവും അറിവും ഒരുമിപ്പിക്കുന്ന ഒരു ചാനലാണ് എൻ്റേത്. നിങ്ങളെ ചിന്തിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ ഞാൻ സംസാരിക്കുന്നതാണ്. പുതിയ അറിവുകൾ നേടാനും കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാനും താല്പര്യമുള്ളവർക്ക് ഈ ചാനൽ ഇഷ്ടമാകും. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രുദ്രൻ എന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. ഹിന്ദുമതത്തിലെ രുദ്രന്മാർ, അവരെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വിശാലവും സങ്കീർണവുമായ വിശ്വാസങ്ങളും ദേവന്മാരും പ്രപഞ്ച തത്വങ്ങളും ഉൾക്കൊള്ളുന്ന ഹിന്ദുമതം ദൈവികതയെ മനസ്സിലാക്കാൻ ഒരു സമ്പന്നമായ ഭൂമിക നൽകുന്നു. അതിലെ അനേകം ആശയങ്ങളിൽ വേദപുരാണ പാരമ്പര്യങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ രുദ്രന്മാരുടെ സങ്കല്പം ശ്രദ്ധേയമാണ്. രുദ്രൻ എന്ന ദേവനുമായി ബന്ധപ്പെട്ട ഈ രുദ്രന്മാർ പിന്നീട് പരമശിവനായി പരിണമിച്ചു. പ്രപഞ്ചത്തിന്റെ ചലനാത്മകതയെക്കുറിച്ചുള്ള ഹൈന്ദവ കാഴ്ചപ്പാടിൽ നിർണായകമായ ദൈവിക ഊർജങ്ങളുടെയും ഗുണങ്ങളുടെയും ഒരു സ്പെക്ട്രത്തെ അവർ പ്രതിനിധീകരിക്കുന്നു. പുരാതന ഗ്രന്ഥങ്ങൾ, ഇതിഹാസങ്ങൾ, ദാർശനിക വ്യാഖ്യാനങ്ങൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ കോർത്തിണക്കിയിട്ടാണ് ഞാൻ ഈ രുദ്രന്മാരെ കുറിച്ചുള്ള ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കിയത്. രുദ്രൻ എന്ന വാക്കിന് അലറുന്നവൻ അല്ലെങ്കിൽ അട്ടഹസിക്കുന്നവൻ എന്നാണ് അർത്ഥം. ഈ വാക്ക് രുദ്രൻ എന്ന വാക്ക് ആദ്യമായി കാണപ്പെടുന്നത് ഋഗ്വേദത്തിലാണ്. അവിടെ കൊടുങ്കാറ്റ്, വേട്ട, രോഗശാന്തി എന്നിവയായി ബന്ധപ്പെട്ട ഒരു ദേവതയായിട്ട് അല്ലെങ്കിൽ ഒരു ദേവനായിട്ടാണ് രുദ്രനെ വിവരിക്കുന്നത്. ഈ ആദ്യകാല ചിത്രം പിന്നീട് രുദ്രൻ ശിവനായി മാറുന്നതിന് വേദിയൊരുക്കി. പ്രകൃതിയുടെ ഒരു പ്രത്യേക രൂപത്തിൽ നിന്ന് ഹൈന്ദവ ദൈവഗണത്തിലെ ഒരു പ്രധാന വ്യക്തിത്വമായി ഈ ദേവൻ വളർന്നു. രുദ്രനെ അല്ലെങ്കിൽ ശിവന്റെ വിപുലമായ ശക്തികളുടെ പ്രകടനങ്ങളാണ് രുദ്രന്മാർ. അവർ ഒരേ സമയം സംഹാരകരും സംരക്ഷകരുമാണ്. സൃഷ്ടിയുടെയും ലയനത്തിന്റെയും ചാക്രിക സ്വഭാവത്തെ ഇത് ഓർമ്മപ്പെടുത്തുന്നു. ഈ ദ്വന്ദ്വ സ്വഭാവം കേവലം ഒരു ദൈവശാസ്ത്ര നിർമ്മിതിയല്ല, മറിച്ച് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. സംഹാരം പുനരുജ്ജീവനത്തിന് വഴിമാറുന്നു, സംരക്ഷണം നിലനിൽപ്പിനെ ഉറപ്പാക്കുന്നു. പരമ്പരാഗതമായി 11 രുദ്രന്മാരുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വിവിധ ഗ്രന്ഥങ്ങളിൽ ഈ എണ്ണം വ്യത്യാസപ്പെടാം. അവർ ഉഗ്രന്മാരും ശക്തന്മാരുമാണ്. കൊടുങ്കാറ്റ് ദേവന്മാരായ മരുത്തുക്കളുമായി അവർക്ക് ബന്ധമുണ്ട്. അതായത് മാരുതി എന്നാണ് ഹനുമാന്റെ ഒരു പേര്. അപ്പം ഹനുമാൻ മരുത് ഗണത്തിൽപ്പെട്ട ഒരു ദേവനാണെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ ചില ഗ്രന്ഥങ്ങളിൽ ഹനുമാനെ ഒരു രുദ്രനായിട്ട് പറയുന്നുണ്ട്. കൃഷ്ണനെയും അതുപോലെ ഒരു രുദ്രനാണെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ മരുത്തുകളെ രുദ്രന്മാരിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുന്നുമുണ്ട്, ചിലപ്പോൾ ഒന്നായിട്ട് കാണിക്കാറുമുണ്ട്. അവരുടെ പേരുകളും ഗുണങ്ങളും, അതായത് മന്യു ക്രോധത്തെ പ്രതിനിധീകരിക്കുന്നു, മനു ചിന്തയെ, കാല സമയത്തെ എന്നിവ പ്രപഞ്ചത്തിന്റെ വിവിധ വശങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവിക ശക്തികളായി വെളിപ്പെടുത്തുന്നു. ഈ രുദ്രന്മാർ നിശ്ചലമായ ശക്തികളല്ല, മറിച്ച് രുദ്രന്റെ ശക്തിയുടെ ചലനാത്മക രൂപങ്ങളാണ്. ഓരോരുത്തരും പ്രപഞ്ച വ്യവസ്ഥയെ നിലനിർത്താൻ സംഭാവന ചെയ്യും. അവരുടെ ധർമ്മങ്ങൾ കേവലം സംഹാരത്തിനപ്പുറമാണ്. സംരക്ഷണത്തിനും അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും അവരെ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരെ യോഗ ശക്തിയിലൂടെ അവരെ ആവാഹിക്കാറുണ്ട്. സംരക്ഷണത്തിനും ഇത് അവരുടെ ഭയാനകമായ രൂപങ്ങൾക്കൊപ്പം അവരുടെ സൗമ്യമായ വശത്തെയും എടുത്തു കാണിക്കുന്നു. വിവിധ പുരാണങ്ങൾ ഈ 11 രുദ്രന്മാരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് വിഷ്ണു പുരാണത്തിലും മഹാഭാരതത്തിലും പറയുന്ന ചില രുദ്രന്മാർ ഇവരാണ്: മന്യു, മനു, മഹാനസൻ, മഹാൻ, ശിവൻ, ഋതുധ്വജൻ, ഉഗ്രരേതസ്, ഭവൻ, കാമൻ, വാമദേവൻ, ധൃതവ്രതൻ. ഈ പേരുകൾ അവരുടെ സ്വഭാവവിശേഷതകളെയും ധർമ്മങ്ങളെയും സൂചിപ്പിക്കുന്നു. ഈ രുദ്രന്മാർ ഓരോരുത്തർക്കും പ്രപഞ്ചത്തിൽ നിർദ്ദിഷ്ടമായ ധർമ്മങ്ങളുണ്ട്. ചിലർ പ്രകൃതി ശക്തികളെ നിയന്ത്രിക്കുമ്പോൾ മറ്റു ചിലർ മനുഷ്യന്റെ വികാരങ്ങളുടെയും ചിന്തകളെയും സ്വാധീനിക്കുന്നു. ഈ 11 രൂപങ്ങളും ചേർന്ന് രുദ്രന്റെ പൂർണ്ണമായ ശക്തിയെയും വൈവിധ്യത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. രുദ്രന്മാരെ കുറിച്ചുള്ള ഐതിഹ്യ കഥകൾ അവരുടെ സ്വഭാവത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നു. ഉദാഹരണത്തിന് വിഷ്ണു പുരാണം പറയുന്നത് രുദ്രൻ കോപാകുലനായി സ്വയം പുരുഷനും സ്ത്രീയുമായി വിഭജിച്ചു എന്നാണ്. പുരുഷരൂപം 11 ഭാഗങ്ങളായി വിഭജിച്ച് രുദ്രന്മാരായി മാറി. മറ്റു പുരാണങ്ങളിൽ വ്യത്യസ്ത വംശാവലികളുണ്ട്. വാമന പുരാണത്തിൽ അവർ കശ്യപന്റെയും അതിഥിയുടെയും പുത്രന്മാരാണെന്ന് പറയപ്പെടുന്നു. മത്സ്യപുരാണത്തിൽ അവർ ബ്രഹ്മാവിന്റെയും സുരഭിയുടെയും മക്കളാണ്. ഈ കഥകൾ പ്രപഞ്ചക്രമത്തിൽ രുദ്രന്മാരുടെ അവിഭാജ്യ പങ്ക് ഊന്നിപ്പറയുന്നു. സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും സംഗമ സ്ഥാനത്തിലാണ് അവരുടെ ഇടം. അവർ വെറും ഉപകഥാപാത്രങ്ങളല്ല, മറിച്ച് പ്രപഞ്ചത്തെ തന്നെ നിലനിർത്തുന്ന ദൈവിക യന്ത്രത്തിലെ പ്രധാന ഘടകങ്ങളാണ്. ഇതിഹാസങ്ങളിൽ, പ്രത്യേകിച്ച് മഹാഭാരതത്തിൽ, രുദ്രന്മാർക്ക് കപാലിൻ, അതായത് കപാലധാരി, ഭീമൻ, ഭീകരൻ, അതായത് മഹാഭാരതത്തിലെ പാണ്ഡവരിലെ ഭീമനല്ല, ഭീമൻ, ഭീമാകാരനായ രൂപമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ്
ഇവിടെ പറയുന്നത്. എന്നിങ്ങനെയും പ്രത്യേക പേരുകളും ധർമ്മങ്ങളും നൽകിയിട്ടുണ്ട്. ഇത് അവരുടെ ഭീകരവും സംരക്ഷകവുമായ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. രാമായണവും അവരെ കശ്യപനും അതിഥിക്കും ജനിച്ച 33 ദേവന്മാരിൽ ഉൾപ്പെടുത്തുന്നു. മരുത്തുകളിൽ നിന്ന് അവരെ വേർതിരിക്കുന്ന അവരുടെ സാന്നിധ്യം ഈ കഥകളിൽ പ്രധാനമാണ്. കാരണം ഹിന്ദുമതത്തിലെ ലോകവീക്ഷണത്തെ രൂപപ്പെടുത്തിയ പ്രപഞ്ച നാടകങ്ങളും ദൈവിക നാടകങ്ങളും അവർ പങ്കെടുക്കുന്നുണ്ട്. ആചാരങ്ങളിലും യുദ്ധങ്ങളിലും ദാർശനിക പ്രഭാഷണങ്ങളിലും അവരെ ആവാഹിക്കുകയും ചെയ്യുന്നു. ദൈവികത ഇന്ദ്രിയ ഗോചരവും അതീന്ദ്രിയവുമാണെന്ന തത്വത്തെ ഇവർ ഉൾക്കൊള്ളുന്നു. സാംസ്കാരികമായി രുദ്രന്മാർ ഹിന്ദുമതത്തിലെ ആചാരങ്ങളും വിശ്വാസത്തിലും മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. രുദ്രനെ സ്തുതിക്കുന്ന യജുർവേദത്തിലെ ശ്രീരുദ്രം എന്ന സ്തുതി ശൈവ ആരാധനയുടെ ഒരു നാഴികക്കല്ലായി മാറിയിട്ടുണ്ട്. ഇത് മതപരമായ ജീവിതത്തിൽ രുദ്രന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒന്നാണ്. ഈ സ്തുതി അവരുടെ ഭയാനകവും സൗമ്യവുമായ സ്വഭാവത്തെ ഒരേ സമയം പുകഴ്ത്തുന്നു. ഇത് ദൈവികതയെക്കുറിച്ചുള്ള ഹൈന്ദവ കാഴ്ചപ്പാടുമായി യോജിച്ചും പോകുന്നുണ്ട്. രുദ്രന്മാർ പ്രപഞ്ചത്തിന്റെ പരിവർത്തന സ്വഭാവം പ്രതീകപ്പെടുത്തുന്നു. അവിടെ സംഹാരം ഒരു അവസാനമല്ല, പുനരുജ്ജീവനത്തിനുള്ള ഒരു മാർഗമാണ്. ഈ പ്രതീകാത്മകത കേവലം അമൂർത്തമല്ല, മറിച്ച് ഹിന്ദുമതത്തിലെ ആചാരങ്ങൾ, കല, തത്വചിന്ത എന്നിവയെ സ്വാധീനിക്കുന്ന വളരെ പ്രായോഗികമായ ഒരു ആശയമാണ്. ഹിന്ദുമതത്തിൽ അങ്ങനെ രുദ്രന്മാരുടെ സങ്കല്പം ദൈവികതയുടെയും ഒരുമയുടെയും വിഭിന്നതയുടെയും ഒരു ആഴത്തിലുള്ള അന്വേഷണമാണ്. സംഹാരവും സൃഷ്ടിയും അഭേദ്യമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭീകരതയും അതുപോലെ തന്നെ സൗമ്യതയും ഒരേപോലെ ഒരേ സമയത്ത് ഉൾക്കൊള്ളുന്നു. ദൈവികത അനേകം രൂപങ്ങളിൽ പ്രകടമാകുന്നു. ഈ വിശ്വാസത്തെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. രുദ്രന്റെ അല്ലെങ്കിൽ ശിവന്റെ രൂപങ്ങളായ രുദ്രന്മാർ ഈ സങ്കീർണതയെ ഉൾക്കൊള്ളുന്നു. പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്ന ശക്തികളുടെ ചലനാത്മകമായ ഇടപെടലിനെ ഓർമ്മിപ്പിക്കുന്നു. രുദ്രന്മാരെ കുറിച്ചുള്ള പഠനം ഒരു അക്കാഡമിക് എക്സർസൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, മറിച്ച് ഹൈന്ദവതയുടെ ഹൃദയത്തിലേക്കുള്ള ഒരു യാത്രയാണെന്ന് വേണമെങ്കിൽ പറയാം. ദൈവികതയുടെ സ്വഭാവം, പ്രപഞ്ചത്തിന്റെ ഘടന, അതിൽ മനുഷ്യന്റെ സ്ഥാനം എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ ഇത് നൽകുന്നു. പുനരുജ്ജീവനം ഉറപ്പാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സംഹാരം പുനരുജ്ജീവനത്തിലേക്ക് നയിക്കുന്നത്, എങ്ങനെയാണ് ദൈവികത അതിൻ്റെ എല്ലാ രൂപങ്ങളിലും ജീവന്റെ സങ്കീർണമായ നൃത്തത്തെ നിലനിർത്തുന്നത്. ഈ ധാരണ ഹിന്ദുമതത്തെക്കുറിച്ച് കൂടുതൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. മാറ്റങ്ങളുടെ ഇടയിൽ ഒരു സമതുലിത അല്ലെങ്കിൽ ഒരു സമചിത്തത തേടുന്ന ലോകത്തിൻ്റെ കാലാതീതമായ അറിവുമായി ബന്ധപ്പെടാനായിട്ട് നമ്മെ ക്ഷമിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി, നമസ്കാരം.